Hi students, welcome to the lecture of Mechanics of Fluid. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലംസ് ആയിരുന്നു സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. പിന്നെ ഇതൊന്ന് 2-3 പ്രോബ്ലം കൂടി നോക്കാനുണ്ട്. അതിൽ ഞാൻ ഒരു പ്രോബ്ലം ചെയ്തു തരാം. ബാക്കി 2 പ്രോബ്ലം എന്താണ് അതിലുള്ള ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളത് സ്വയം സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ ഹിൻറ്റ്സ് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം പ്രോബ്ലം നോക്കാം. ഞാൻ പ്രോബ്ലം വായിക്കാം. ഫൈൻഡ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് an oil having density 981 kg per meter cube. The shear stress at a point in oil is 0.2452 Newton per meter square and the velocity gradient at that point is 0.2 per second. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് നല്ലപോലെ വായിക്കുക. ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുൻപ് നമ്മൾ 2 പ്രോബ്ലം സോൾവ് ചെയ്തു. അതിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ആ ക്വസ്റ്റ്യനിലൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളടുത്ത് കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? ഡെൻസിറ്റി തന്നിട്ടുണ്ട് 981 kg per meter cube ആണ് തന്നിട്ടുണ്ട്. ദെൻ ഷിയർ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ ഓയിൽ ഈസ് അതായത് ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് 0.2452 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 0.2 per second തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? തന്നിരിക്കുന്നത് എന്താ മനസ്സിലായില്ലേ? അപ്പോൾ ഗിവൺ ഡാറ്റ എഴുതുമ്പോൾ നമുക്ക് എഴുതണം അല്ലേ? കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓയിലിൻ്റെ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് കാണുന്നത്. ആ ഓയിലിൻ്റെ ഡെൻസിറ്റി എത്രയെന്ന് തന്നിട്ടുണ്ട്? 981 kg per meter cube തന്നത്. സോ ഡെൻസിറ്റി ഓഫ് ഓയിൽ ഈക്വൽ ടു എത്രയാണ്? 981 kg per meter cube ആണ്. ക്ലിയർ അല്ലേ? ദെൻ തന്നിരിക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഇൻ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ടൗ ആണ് തന്നിട്ടുള്ളത്. ടൗ എത്രയാണ്? 0.2452 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ അവർ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഹോപ്പ് ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡെൻസിറ്റി ഓഫ് ഷിയർ സ്ട്രെസ്. വെലോസിറ്റി ഓഫ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? du/dy നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 0.2 per second ആണ്. വിച്ച് മീൻസ് നത്തിങ് 0.2 meter per second ആണ്. ഓക്കെ സോ 0.2 per second ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0.2 per second അല്ലേ? സോ യു ക്യാൻ റൈറ്റ് per second എഴുതുക. per second. ഓക്കെ, 0.2 per second. ഓക്കെ, ഇപ്പോൾ ഗിവൺ ഡാറ്റ എഴുതി. നമുക്ക് കാണേണ്ടത് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് കാണേണ്ടത് അല്ലേ? സോ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? അത് നമുക്കറിയാം. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? അതിന് ഡിനോട്ട് ചെയ്ത ലെറ്റർ ഏതാ അല്ലെങ്കിൽ സിമ്പിൾ എന്താണ്? ന്യൂ ആണ് അല്ലേ? ന്യൂ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? മ്യൂ ബൈ റോ ആണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇതിലാർക്കും ഡൗട്ടില്ലല്ലോ? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മ്യൂ ബൈ റോ അല്ലേ? അപ്പോൾ ഇതിൽ ഈ മ്യൂ റോ അറിഞ്ഞാലേ നമുക്ക് ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി കാണാൻ പറ്റുള്ളൂ. റോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? 981 kg per meter cube ആണ്. മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ? അപ്പോൾ മ്യൂ കണ്ടുപിടിക്കണം. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി ആണല്ലേ? വിസ്കോസിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ നമ്മൾ എന്താ പഠിച്ച്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ റിലേഷൻ എഴുതാം. ഇപ്പോൾ ടു ഫൈൻഡ് വിസ്കോസിറ്റി നമുക്ക് വിസ്കോസിറ്റി കാണണം. വിസ്കോസിറ്റി കാണാനായിട്ട് നമുക്കറിയാം ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ശരിയല്ലേ? ഇതിൽ നമുക്ക് മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടൗ ദേ ഹാവ് ഗിവൻ ഇൻ ക്വസ്റ്റ്യൻ അല്ലേ? ടൗ തന്നിട്ടുണ്ട്. ഇതാ
0.2452 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. du/dy തന്നിട്ടുണ്ട്, കാരണം വെലോസിറ്റി ഗ്രേഡിയൻ തന്നിട്ടുണ്ട് എത്രയാണ് 0.2 per സെക്കൻഡ് തന്നിട്ടുണ്ട്. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ? ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടും. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എന്ത് ചെയ്യണു? ആ റിലേഷനിൽ നിന്ന് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വിസ്കോസിറ്റി മ്യൂ ഈക്വൽ ടു എന്താ വരിക? ടൗ ഡിവൈഡഡ് ബൈ du/dy. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ടൗവിൻ്റെ വാല്യൂ എത്രയാണ്? 0.2452 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എത്ര തന്നിരിക്കണേ? 0.2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടി 1.226. വിസ്കോസിറ്റി യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, മീറ്റർ സ്ക്വയർ ആണ്, ഇവിടെ ക്ലിയർ ആയിട്ടില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. നമുക്ക് കിട്ടി വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടി 1.226 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിന് കിട്ടി അല്ലേ? അപ്പോൾ മ്യൂയുടെ വാല്യൂ കിട്ടി. നമ്മൾ ന്യൂയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ന്യൂ? എന്താ എഴുതിയിട്ടുള്ളത്? µ/ρ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ റോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. മ്യൂ അറിയില്ലായിരുന്നു, മ്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സോ ന്യൂ ഈക്വൽ ടു എന്തായിരുന്നു? μ/ρ ആണ്. ഇപ്പോൾ മ്യൂ കിട്ടി. മ്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 1.226 ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എത്രയാണ്? 981 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടും അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ വാല്യൂ കിട്ടി 0.125 into 10 square. Not 10 square. ഒന്ന് മാറ്റി എഴുതാം. ആൻസർ ഇങ്ങനെയാണ് കിട്ടുന്നത്. 0.125 into 10 power minus 2. കൈനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പ്രോബ്ലം. ഐ ഹോപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ലെറ്റ്സ് മൂവ് ടു അനദർ പ്രോബ്ലം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഞാൻ ഒന്ന് വായിക്കാം. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് ഏരിയ 1.5 into 10⁶ mm square is pulled with a speed of 0.4 meter per second relative to another plate located at a distance 0.15 mm from it. Okay. Find the force and power required to maintain this speed if the fluid separating them is having viscosity as 1 poise. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക. ഐ ഹോപ്പ് എല്ലാവരും ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പ്രോബ്ലം ഞാൻ മുഴുവനായിട്ട് സോൾവ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്യുക. ഇതിലിപ്പോൾ എന്താണ് എക്സ്ട്രാ ആയിട്ടുള്ളത്? ഇപ്പോൾ ഫോഴ്സ് ആൻഡ് പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതൊക്കെ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അത് ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഗിവൺ ഡാറ്റ നോക്കാം അല്ലേ? ഒരു ഫ്ലാറ്റ് ഏരിയ ഓഫ് 1.5 into 10 flat plate of area 1.5 into 10⁶ mm square is pulled with a speed of 0.4 meter per second relative to another plate located at a distance 0.15 mm from it എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ നമുക്കിങ്ങനെ വരയ്ക്കാം. രണ്ട് പ്ലേറ്റുകളുണ്ട്. ഇതൊരു പ്ലേറ്റ് എന്ന് ഇമാജിൻ ചെയ്തു. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? ഈ 0.15 mm എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ്
0.15 mm ആണ്. യൂണിറ്റ് ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയ്ക്ക് എന്തുണ്ട്? ഈ രണ്ട് പ്ലേറ്റിനെ സെപ്പറേറ്റ് ചെയ്യണ എന്ത്? ഫ്ലൂയിഡ് ഉണ്ട്. ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ആ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റിയാണ് എത്രയെന്ന് തന്നിരിക്കുന്നത്? 1 പോയ്സ് എന്ന് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഏരിയ. നമുക്ക് എ എന്ന് കൊടുക്കാം. എ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് കൊടുക്കാം. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 ഇൻറ്റു 10⁻6 ആണ് mm². ഓക്കെ, ഇതായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് ഏരിയ. ഇത് ഏരിയ തന്നിട്ടുണ്ട്. ക്ലിയർ? പിന്നെ എന്താ തന്നിരിക്കുന്നത്? പുൾഡ് വിത്ത് എ സ്പീഡ് ഓഫ് 0.4 m/s റിലേറ്റീവ് ടു അനദർ പ്ലേറ്റ്. അതായത് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്പീഡ് ഓഫ് പ്ലേറ്റ് റിലേറ്റീവ് ടു അനദർ പ്ലേറ്റ്. റിലേറ്റീവ് സ്പീഡാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നത്തിങ്, വി ക്യാൻ റൈറ്റ് ഡയറക്ട്ലി റൈറ്റ് എന്താണ്? du ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, du. ഇപ്പോൾ സേ ഈ പ്ലേറ്റ് ആണ് മൂവ് ചെയ്യണമെന്ന് ഇമാജിൻ ചെയ്യട്ടെ. ഓക്കെ, ആ പ്ലേറ്റിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലേറ്റ്. ഓക്കെ, ഈ മേലെയുള്ള പ്ലേറ്റിൻ്റെ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. എത്ര? 0.4 m/s. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ സ്പീഡാണ്. du ഈക്വൽ ടു എന്താണ്? 0.4 m/s തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഗിവൺ ഡാറ്റ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇവിടെ പോയ്സിലാണ് തന്നിരിക്കണം. അതിന് Newton/s/m കൺവേർട്ട് ചെയ്യണം അല്ലേ? കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പോയ്സിനെ Newton/s/m കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഡിവൈഡ് ബൈ 10 ചെയ്യും. സോ 1/10 Newton/s/m² ആണ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഗിവൺ ഡാറ്റ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അത് ക്ലിയർ ചെയ്യാണ്. സോ നമുക്കിതിൽ കാണേണ്ടതിനെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഫോഴ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സ്പീഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് എങ്ങനെ കാണാം? ഫോഴ്സ് കാണാനായിട്ട് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ലേ? ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? ഷിയർ ഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. ടു ഫൈൻഡ് ഫോഴ്സ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടൗ ആണ്. ടൗ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ ഇതിൽ ഷിയർ സ്ട്രെസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഷിയർ സ്ട്രെസ് നമുക്കറിയോ? ഇല്ല. ഏരിയ അറിയാം. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഷിയർ സ്ട്രെസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടു ഫൈൻഡ് ഷിയർ സ്ട്രെസ് കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy ആണ് അല്ലേ? ഇതിൽ മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 1 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. du തന്നിട്ടുണ്ട് എത്രയാണ്? 0.4 m/s ആണ്. dy തന്നിട്ടുണ്ട്. ഇതാണ് ഡിസ്റ്റൻസ് അല്ലേ? 0.15 mm ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് dy. ഞാൻ അവിടെ dy മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് ആണ് 0.15 എന്ന് പറഞ്ഞു ഞാൻ. അതാണ് എന്ത്? dy. ഓക്കെ, അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy എന്ന് എഴുതുമ്പോൾ അതിൽ മ്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, du ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, dy തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാണും. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ ഷിയർ സ്ട്രെസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ ഇവിടെ ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ഫോഴ്സ് കിട്ടും. ക്ലിയർ? അത് നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പവർ കണ്ടുപിടിക്കണം. പവർ കാണാൻ വേണ്ടി എന്താ ചെയ്യുക? പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു വർക്ക് ഡൺ തന്നെയാണല്ലോ പവർ എന്ന് പറയുമ്പോൾ അല്ലേ? ഇപ്പോൾ നമുക്ക് പവർ എന്ന് പറയാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഞാൻ പി എന്ന് കൊടുക്കുന്നു. പവർ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഫോഴ്സ് ഇൻറ്റു നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ജനറലി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് മൂവ് ചെയ്യണമല്ലേ? വെലോസിറ്റി ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. അപ്പോൾ യൂണിറ്റ് എന്താ വരിക? Nm/s ആണ്. ഓർ ഇതാണ് എന്ത്? വാട്ട്സ് അല്ലേ? വാട്ട് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഫോഴ്സ് നമ്മളിപ്പോൾ ഇതിന് മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. യു നമുക്കറിയണം അല്ലേ?
യു അറിയണം. യു എന്താണ്? യു ഈസ് നത്തിങ്, സ്പീഡാണ്. ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. നമ്മൾ ഡി യു എന്ന് എടുത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ യു. അപ്പോൾ 0.4 മീറ്റർ/സെക്കൻഡ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. പവർ എന്താണ്? വാട്ട്സിൽ കിട്ടും. വാട്ട്സാണ്, യൂണിറ്റ് തെറ്റിക്കരുത്, വാട്ട്സിലാണ് കിട്ടുക. ഇനി സപ്പോസ് അവർ പവർ നമുക്കിവിടെ ഒരു വാല്യൂ ഉണ്ട്, അത് വാട്ട്സിൽ കിട്ടും. സപ്പോസ് പവർ ഇൻ കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കും. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഞാൻ എപ്പോഴെങ്കിലും ഇത് ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ പറയും, അത് അസൈൻമെൻ്റ് ആയിട്ട്. സോ എല്ലാവരും നോട്ട്സ് എല്ലാവരും നന്നായിട്ട് എടുത്ത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു അനദർ പ്രോബ്ലം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇതിൽ ഇതേപോലെ ഇപ്പോൾ ഫോഴ്സ്, പവർ എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഡിറ്റർമൈൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ ഓഫ് ആൻ ഓയിൽ ഹാവിംഗ് വിസ്കോസിറ്റി 1 പോയ്സ്. The oil is used for lubricating the clearance between the shaft of diameter 10 cm and its journal bearing. The clearance is 1.5 mm and the shaft rotates at 150 rpm. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചെടുത്ത് അതിൻ്റെ ഗിവൺ ഡാറ്റ നിങ്ങളിൽ നിന്ന് എഴുതാൻ ശ്രമിക്കണം. എന്തായാലും ഞാൻ പറഞ്ഞുതരാം, ഹിൻഡ് ഞാൻ പറയണുള്ളൂ. ഓക്കെ, so now let's move to solve the problem. Okay, determine the intensity of shear of an oil having viscosity 1 poise എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ്ലി ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ഷിയർ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് നത്തിങ്, ദേ ഹാവ് ടു ഫൈൻഡ്, അല്ലെങ്കിൽ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വി നീഡ് ടു ഫൈൻഡ് എന്താണ്? ഷിയർ സ്ട്രെസ് ടൗ ആണ് കാണേണ്ടത്. എന്ത്? ഓയിൽ ഓഫ് വിസ്കോസിറ്റി 1 പോയ്സ്, ഓയിലിൻ്റെ ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. ആ ഓയിലിൻ്റെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ 1 പോയ്സ് ആണെന്ന് പറഞ്ഞിട്ട്. Oil is used for lubricating the clearance between the shaft of diameter 10 cm and its journal bearing. ആ ഓയിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ബെയറിങ്ങിലാണ്, ഷാഫ്റ്റ് ബെയറിങ്ങിലാണ് എന്ത് അത് യൂസ് ചെയ്തില്ല. ഷാഫ്റ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്ക് ബെയറിംഗ് പോയി അതൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ വരയ്ക്കാം. ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഷാഫ്റ്റ്. ഇത് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയും. ഇത് ഞാൻ ഇതിൽ വരയ്ക്കണോണ്ട് അത്ര നീറ്റായിട്ട് വരയ്ക്കാൻ കഴിയണില്ല, എങ്കിലും പറ്റണ പോലെ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് അവർ റിക്വയർഡ് ഷാഫ്റ്റ്. ഓക്കെ, ഇത് ഷാഫ്റ്റിൻ്റെ ആക്സിസ് ആണ്. ഓക്കെ, ഷാഫ്റ്റിൻ്റെ ആക്സിസ് ആണ്. ഈ ഷാഫ്റ്റിൻ്റെ മേലെയായിട്ടാണ് എന്തുണ്ടാവുക? ബെയറിംഗ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് തരാം, ബിക്കോസ് എന്നാലും എനിക്ക് അതിൽ ഓയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ബെയറിംഗ്. സോ ഈ കാണുന്നതാണ് എന്ത്? ബെയറിംഗ്. ദിസ് ഈസ് അവർ വാട്ട്? ഇതുമാണ് ബെയറിംഗ് കേട്ടോ. ഇതും ബെയറിംഗ് ആണ്. ഇതാണ് എന്ത്? ഷാഫ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഇത് റിമൂവ് ചെയ്യേണ്ട, എഴുത്തൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തുണ്ടാവും? ഈ ഷാഫ്റ്റും ഈ ബെയറിങ്ങിൻ്റെയും ഇടയ്ക്ക് എന്തുണ്ടാവും? ഓയിലുണ്ടാവും. ഓക്കെ, ഈ ബെയറിങ്ങിൻ്റെ അകത്ത് കിടന്ന് ഈ ഷാഫ്റ്റ് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. ഇത് നമ്മൾ വേറെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഷാഫ്റ്റ് ആയിരിക്കും. ഈ ഷാഫ്റ്റിന് പുറത്ത് ഇത് ബെയറിംഗ് ഉണ്ടാവും. ബെയറിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇതിനകത്ത് കുറേ ബോളൊക്കെ ഉണ്ടാവും ബെയറിംഗ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ബട്ട് ദിസ് ഈസ് അവർ ഷാഫ്റ്റ്. ഇതാണ് നമ്മൾ ഷാഫ്റ്റ്, ഇതാണ് നമ്മളുടെ ബെയറിങ്. ഇതിനകത്താണ് എന്തുണ്ടാവുക? ഓയിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് ഷാഫ്റ്റ് ബെയറിംഗ് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ ജേണൽ ബെയറിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ ആയിട്ടുള്ള സെമിസ്റ്റേഴ്സിൽ പഠിക്കും, ഡിസൈനും കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ത്? 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡയ
ഫൈവ് എത്രയാണ് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ദ ക്ലിയറൻസ് ഈസ് 1.5 mm. ക്ലിയറൻസ് ഈസ് 1.5 mm എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബെയറിങ്ങും ഷാഫ്റ്റും തമ്മിലുള്ള ക്ലിയറൻസ് ഇല്ലേ, അതാ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഓയിൽ നിൽക്കുന്ന തിക്നെസ് ആണ്. ദാറ്റ് ഈസ് DY ആണ് തന്നിരിക്കുന്നത്. DY എത്രയാണ് തന്നിരിക്കുന്നത്? 1.5 mm എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഈ ഷാഫ്റ്റ് കറങ്ങുന്നുണ്ട് അല്ലേ, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്പീഡാണ് എത്ര തന്നിരിക്കുന്നത്? 150 RPM എന്ന് തന്നിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇത് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? ഷിയർ ആണ് കാണേണ്ടത് അല്ലേ, ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. സോ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? ടൗ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണെന്ന് അറിയാം. ക്ലിയർ? മ്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 1 പോയിസൺ തന്നിട്ടുണ്ട്. du തന്നിട്ടുണ്ടോ? du തന്നിട്ടുണ്ടോ? ഇല്ല. du തന്നിട്ടില്ല. dy തന്നിട്ടുണ്ടോ? ഉണ്ട്. ഇതാണ് ഈ 1.5 ആണെന്ത്? 1.5 mm ആണെന്ത്? dy. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യത്തെ മോട്ടോ എന്താണ് ഇവിടെ? du കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. du എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലേ, സോ ഇവിടെ യു ആണ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? അപ്പോൾ യു കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ യു കണ്ടുപിടിക്കാനായിട്ട്? ഇവിടെ സ്പീഡാണ് കാണേണ്ടത് അല്ലേ, വെലോസിറ്റി ആണ്. യു എന്ന് പറയുമ്പോൾ ഏതാണ്? റൊട്ടേഷണൽ സ്പീഡ്. ഇവിടെ ഷാഫ്റ്റ് ബെയറിംഗ് ആണ്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു അല്ലേ. അവർ തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ഷാഫ്റ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്, ഈ ഷാഫ്റ്റ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിൻ്റെ സ്പീഡ്, ഷാഫ്റ്റാണ് കറങ്ങുന്നത്, ബെയറിംഗ് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ബെയറിംഗ് ഇങ്ങനെ നിൽക്കും, ഷാഫ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ റൊട്ടേഷണൽ സ്പീഡാണ് നമുക്ക് കാണേണ്ടത് അല്ലേ, റൊട്ടേഷണൽ സ്പീഡാണ് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനെ പറയും ടാൻജൻഷ്യൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്നാണ് പറയുക. എന്താണ്? ടാൻജൻഷ്യൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ് എന്നാണ് പറയുക. അത് കാണാനുള്ള ഇക്വേഷനാണ്, നോട്ട് ചെയ്തെടുക്കുക. u ഈക്വൽ ടു πdn ഡിവൈഡഡ് ബൈ 60. ഓക്കെ, റൊട്ടേഷണൽ സ്പീഡാണ്, അല്ലെങ്കിൽ ഇതിന് പറയും ടാൻജൻഷ്യൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റ്. ഓർത്ത് വയ്ക്കുക, ഒരുപാട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണിത്. πdn/60. ഓക്കെ, ഇതിൽ d എന്താണ്? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. അത് തന്നിട്ടുണ്ടല്ലോ. എന്താണിതാ? 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10 സെൻറ്റിമീറ്ററിന് ഡയമീറ്റർ തന്നിട്ടുണ്ട്. n എന്താണ്? ഷാഫ്റ്റിൻ്റെ സ്പീഡാണ്, RPM ആണ്. ഇവിടെ എന്താണ്? 150 RPM തന്നിട്ടുണ്ട്. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും? യുവിൻ്റെ വാല്യൂ കിട്ടും. യു ഒരു വാല്യൂ നമുക്ക് കിട്ടും. എത്രയിൽ? മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും, യു കിട്ടും. ക്ലിയർ? അപ്പോൾ du ആണ് കാണേണ്ടത്. du ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലോ. അപ്പോൾ u-0 എന്നല്ലേ വരിക അല്ലേ. അപ്പോൾ യു തന്നെയാണ് എന്ത് ഇവിടെ? du 2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ duവിന് പകരം എന്താണ്? നമ്മൾ 2 അല്ല, ഇവിടെ കിട്ടുന്ന വാല്യൂ യുവിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dy ഓൾറെഡി ഉണ്ട്, മ്യൂ ഉണ്ട്, 1 പോയിസ് ആണ്. അതിന് എന്ത് ചെയ്യുക? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ ഞങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ വീഡിയോ ലെക്ചർ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.